യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കും. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ കരമേറ്റ് പിടിച്ച്, ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവ്, ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവ്, ആകാശവും ഭൂമി സൃഷ്ടിച്ച നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം യേശുക്രിസ്തു വഴി എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുവാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. മാനവരാശിക്ക് സകല അനുഗ്രഹങ്ങളും ദൈവം നൽകുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. നമ്മുടെ കുടുംബം എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് അല്ലെ മക്കൾക്ക് അനുഗ്രഹം നഷ്ടമായിട്ട് പോകുന്നു? എന്താണ് അതിന്റെ അടിസ്ഥാന കാരണം? അനുഗ്രഹത്തെ തടയുന്നത് എന്താണ്? എന്താ അനുഗ്രഹത്തെ തടയുന്നത്? നമ്മുടെ മേല്, നമ്മുടെ കുടുംബത്തിന്റെ മേല് ചൊരിയപ്പെടുന്ന അനുഗ്രഹങ്ങള്, നന്മകള് എന്തുകൊണ്ടാ തടയപ്പെടുന്നത്? പാപം. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, നമ്മൾ ചെയ്യുന്നതായ അകൃത്യങ്ങള്, തിന്മകള് നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന അനുഗ്രഹത്തെ തടയുക. ദൈവാനുഗ്രഹത്തെ തടയുന്നത്, ദൈവകൃപയെ തടയുന്നത് നമ്മൾ ചെയ്യുന്ന പാപങ്ങള്. നമ്മുടെ പാപങ്ങള് അനുഗ്രഹത്തെ തടഞ്ഞുകൊണ്ട് നാശത്തിലേക്ക്, തകർച്ചകളിലേക്ക് നമ്മളെ നയിക്കുകയാണ്. പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ആദ്യമേ നഷ്ടപ്പെടുകയാണ്. ദൈവബന്ധം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. പാപം നമ്മുടെ മേലുള്ള അനുഗ്രഹത്തെ തടയുന്ന ഒരു ശക്തിയായിട്ട് ഉദിക്കുകയാണ്. നമ്മുടെ മേലുള്ള നന്മകളെ തടയുന്ന ഒരു ശക്തിയായിട്ട് നിൽക്കുന്നത് പാപമാണ്. എന്താണ് ഈ പാപം? എന്താണ് ഈ പാപം എന്ന് പറയുന്നത്? മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നത്, പാപത്തിലേക്ക് വീഴ്ത്തുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് സാത്താൻ. സാത്താൻ എന്ന ശക്തിയാണ് മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റി, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നഷ്ടപ്പെടുത്തി എല്ലാ തകർച്ചയുടെയും ബന്ധനത്തിന്റെ പടുകുഴിയിലേക്കാക്കുന്ന സാത്താൻ എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകണ്ട. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ 5-ാമത്തെ വചനം, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, നിയമത്തിന്റെ ലംഘനമാണ് പാപം. അപ്പോൾ നിയമം എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ. ഇവയ്ക്കെതിരായിട്ട് എന്തു ചെയ്താലും അത് പാപമായിട്ട് മാറുക. ദൈവകൽപ്പനകള്, ദൈവത്തിന്റെ വചനങ്ങൾക്ക് എതിരായിട്ട് അല്ലെ അതിന് വിരുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അവയൊക്കെയും പാപമായിട്ട് മാറുന്നു.
അതേ അധ്യായത്തില് 8-ാമത്തെ വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. അപ്പൊ ഒരു വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കുന്നത് പിശാചാണ്. ഒരു വ്യക്തിയെ പാപത്തിന്റെ അടിമത്തത്തിലാക്കുന്നത് പിശാചെന്ന ശക്തിയാണ്. അത് ഈ പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോൾ പാപ ആസക്തികളിലൂടെ നമുക്ക് മോചനം ലഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ വചനങ്ങളും നിരന്തരമായിട്ട് ലംഘിക്കുവാനായിട്ട് പിശാച് മനുഷ്യന്റെ ഉള്ളില് പ്രേരണ തന്നുകൊണ്ടിരിക്കുക. മനുഷ്യനെ ആ വിധത്തിലേക്ക് നയിക്കാനായിട്ട് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ കുടികൊള്ളുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മൾ പാപത്തിന്റെ വഴികളിലൂടെ അല്ല പോകുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് മാറണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനങ്ങളും ദൈവത്തിന്റെ കൽപ്പനകളും അനുസരിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കണം. അതിന് ഒരു ബലപ്രയോഗം ആവശ്യമുണ്ട്. നമ്മുടെ ഭാഗത്ത് ശക്തമായ ഒരു തീരുമാനമുണ്ടാവണം. ഞാൻ പാപം ചെയ്യത്തില്ല, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കത്തില്ല, ദൈവത്തിന്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കും. ഇത് നമ്മുടെ തീരുമാനമായിരിക്കണം. എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ വഴികളിലൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തമായിട്ട് നയിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. തീരുമാനങ്ങൾ എടുക്കുക, അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ദൈവം വിട്ടിരിക്കുക. നിന്റെ മുൻപിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു, നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. നീ എന്തു തിരഞ്ഞെടുക്കുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി നീ അനുഭവിക്കണം. ജീവനോ മരണമോ, നന്മയോ തിന്മയോ, ഏത് തിരഞ്ഞെടുക്കുന്നോ അതിന്റെ ഫലങ്ങൾ കൂടി തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾ അനുഭവിക്കേണ്ടി വരികയാണ്. നന്മ തിരഞ്ഞെടുത്താൽ നന്മയുടെ ഫലം, തിന്മയുടെ വഴിയിൽ പോയാൽ തിന്മയുടെ ഫലം വ്യക്തികള്, കുടുംബങ്ങള്, സമൂഹങ്ങള് അനുഭവിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുവാൻ നിരന്തരമായിട്ട് പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ പാഞ്ഞു നടക്കുകയാ ദൈവത്തിന്റെ മക്കളെ പാപത്തിന്റെ കെണിയിൽപ്പെടുത്തുവാൻ, നാശത്തിലേക്ക് തള്ളിയിടുവാൻ. അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. നമ്മളൊക്കെ, ഞാനും നിങ്ങളും ശരിക്കും യുദ്ധക്കളത്തിലാ. നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തില് പിശാച് ആ യുദ്ധത്തിന് അവന്റെ ഭാഗത്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ജഡമോഹത്തിലേക്ക്, ആസക്തികളിലേക്ക്, അങ്ങനെ എല്ലാം നമ്മളെ വീഴ്ത്താൻ വേണ്ടി പിശാച് നിരന്തരം പ്രവർത്തിക്കുന്നു. ഒരു യുദ്ധം നമ്മുടെ ഉള്ളിൽ നടക്കുക. നമ്മുടെ മനസ്സും ആത്മാവും ശരീരവും ഇതൊക്കെ തകർക്കാൻ വേണ്ടി പിശാച് നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. വചനം പറയുന്നുണ്ടല്ലോ, കള്ളൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. കൊല്ലുവാൻ ഓരോ വ്യക്തിയുടെയും ആത്മീയ മരണം പാപത്തിലൂടെ സംഭവിക്കുക. ഒരു വ്യക്തിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ജീവൻ പോകുന്നതിനെ കുറിച്ചല്ല. ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ ജീവൻ, ദൈവിക ജീവനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് പിശാച് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലുവാൻ, നശിപ്പിക്കുവാൻ. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്റെ ആത്മീയ മേഖല, നിന്റെ സമ്പത്ത്, ആരോഗ്യം, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാശം വിതയ്ക്കുവാനായിട്ട് തിന്മയുടെ ശക്തികൾ പാഞ്ഞു നടക്കുന്നു.
ഈ തിന്മയുടെ ശക്തി നിന്നെ തൊടാതിരിക്കണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവവും നിന്നോട് ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനും നിന്നുള്ള വചനം, ദൈവകൃപ, അനുഗ്രഹമെല്ലാം പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോവുക. അതിനുവേണ്ടി അവൻ നിരന്തരം പരിശ്രമിക്കുന്നുണ്ടെന്ന് ഉള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമുക്കൊരു ശത്രുവുണ്ട്, അത് പിശാച. ഒരു മനുഷ്യനും നമ്മുടെ ശത്രുവല്ല, പിശാചെന്ന ശത്രു. ആ ശത്രുവിനെ നേരിടാൻ ആത്മീയമായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം പറയുന്നു, ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ആ നന്മ ചെയ്യാത്തവർ ശരിക്കും പാപത്തിലാണ്. നന്മ ചെയ്യാത്തവർ ശരിക്കും പാപത്തിലാണെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ നീ പാപത്തിലാണ്. നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും ആ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അത് പാപമാണ്. ശരിക്കും അത് കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട പാപം തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. കൂടുതൽ നന്മ ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പാപത്തിൻ്റെ ശക്തികൾ നമ്മളെ വിട്ടുമാറും. പാപശക്തികൾക്ക് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് കഴിയുകയില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എന്തും പാപമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോസ്തലൻ. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എന്തും പാപമാണ്. വചനം റോമാലേഖനത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 23. എന്തെന്നാൽ വിശ്വാസമനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത്, വിശ്വാസത്തിൽ നിന്ന് അല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണ്. വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്ത് പാപമാണ്. ദൈവ വിശ്വാസത്തിന് എതിരായിട്ടുള്ളതല്ല, വിശ്വാസത്തെ എതിർക്കുന്നതെല്ലാം നിരീശ്വരവാദം, ഭൗതികവാദം, കമ്മ്യൂണിസം, യുക്തിവാദം, ഇതെല്ലാം വിശ്വാസത്തിന് എതിരാണ്. അത് പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എന്ത് പാപമാണ്. വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പാപമാണ്. വിശ്വാസത്തെ എതിർക്കുന്നത് പാപമാണ്. ദൈവത്തെ അവിശ്വസിക്കുന്നത് പാപമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളെ എതിർക്കുന്നത് പാപമാണ്. ഈശോ പ്രത്യേകം പറയുന്ന ഒരു പാപത്തിന്റെ മേഖലയുണ്ട്. മത്തായി സുവിശേഷം 12:32. പിതാവിനും പുത്രനും എതിരായി ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടത്തില്ല. എന്താ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം? അത് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപങ്ങളാണ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആരെയായ ശരീരം? ഈ ശരീരത്തിൽ ചെയ്യുന്ന പാപങ്ങൾ, സത്യത്തിനെതിരായിട്ടുള്ള പാപങ്ങൾ, ദൈവത്തെ അവിശ്വസിക്കുന്നത്, നിത്യരക്ഷ ലഭിക്കത്തില്ലെന്നുള്ള ചിന്ത, ഇങ്ങനെയൊക്കെ കുറേ മേഖലകളുണ്ട്. ഇതൊക്കെ പാപത്തിൻ്റെ മേഖലകൾ തന്നെയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതം അത് നമ്മളെ പാപത്തിലേക്കും തകർച്ചയിലേക്കും നയിക്കും. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള തകർച്ചയുടെ കാരണം പാപമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. ഇനി ചില വ്യക്തികൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ പാപമൊന്നും ചെയ്യാറില്ല, എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പാപിയല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു വചനം പറയുന്നു. ജെറമിയ 2:35. ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. എത്ര ലാഘവത്തോടെയാണ് നീ വഴിമാറി നടക്കുന്നത്. ഇതൊക്കെയായിട്ടും
ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ചിലരുടെ അവകാശവാദ, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്നവരോട് വചനം പറയുന്നു, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നു, പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. ഹല്ലേലൂയ. പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞാൽ നിന്നെ ഞാൻ കുറ്റം വിധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. റോമാലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, എല്ലാവരും പാപികളാണ്, നീതിമാനായി ആരുമില്ല, എല്ലാവരും പാപം ചെയ്ത് വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഹല്ലേലൂയ. കേട്ടിട്ടുണ്ടോ അങ്ങനെ വചനം? കേട്ടിട്ടുണ്ട്. റോമാലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നു, 10-ാമത്തെ വചനമാണ്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, കാര്യം ഗ്രഹിക്കുന്നില്ല, ദൈവത്തെ അന്വേഷിക്കുന്നുമില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല, അവിടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു, അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്, അവരുടെ വായ ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവരുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വെമ്പുന്നു, അവരുടെ പാദങ്ങളിൽ നാശവും ക്ലേശവും പതിയിരിക്കുന്നു, സമാധാനത്തിന് മാർഗം അവർ കടിഞ്ഞുകൂടാ, അവർക്ക് ദൈവഭയമില്ല. എല്ലാവരും പാപം ചെയ്ത് വഴിതെറ്റിപ്പോയിരിക്കുന്നു. പാപം ചെയ്യാത്ത ഒറ്റ വ്യക്തി പോലും ഈ ഭൂമുഖത്തില്ല. എല്ലാവരും പാപികളാണ്. അതുകൊണ്ട് എല്ലാവർക്കും മാനസാന്തരത്തിൻ്റെ ആവശ്യകതയുമുണ്ട്. എല്ലാവരും പാപികളായതുകൊണ്ട് എല്ലാവർക്കും മാനസാന്തരത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പാപികളാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 38:3 മുതലുള്ള തിരുവചനങ്ങൾ, പാപം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ശാരീരികമായ രോഗങ്ങൾ, അസ്വസ്ഥതകളെ കുറിച്ചൊക്കെ പറയുന്നു. അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല, എൻ്റെ പാപനിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല. എൻ്റെ പാപനിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു. അത് എനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. പാപം ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ വെട്ടിയാടും. പാപം നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തും. പാപം നമ്മുടെ ശരീരത്തെ രോഗഗ്രസ്തമാക്കും. പാപം നമ്മുടെ മനസ്സിനെ തളർത്തും. എല്ലാ മേഖലകളിലും, ശരീരത്തിനും ആത്മാവിനും മനസ്സിനും നിന്റെ ജീവിതത്തിന് മുഴുവൻ തകർച്ച പാപത്തിലൂടെ കടന്നു വരികയാണ്. വീണ്ടും വചനം പറയുന്നു, എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു. ഞാൻ കുനിഞ്ഞു നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കഴിയുന്നു. എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് വെള്ളുന്നു. പനിയ, കടുത്ത പനി അല്ലേ, പല രോഗങ്ങൾ, പ്രത്യേകിച്ച് കോവിഡ് എന്ന രോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കടുത്ത പനി. അത് വന്നവരൊക്കെ പറയുന്നു കടുത്ത പനി, 2 ദിവസം പനി ഉണ്ടാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തീർത്തും ക്ഷീണിച്ചു തകർന്നിരിക്കുന്നു. ഹൃദയക്ഷോഭം മൂലം നിമിത്തം ഞാൻ നെടുവീർപ്പെടുന്നു. ഹൃദയക്ഷോഭം മൂലം ഞാൻ നെടുവീർപ്പെടുന്നു. കാരണം പാപം എന്നെ ഭാരപ്പെടുത്തുകയാ, പാപം എന്നെ വെട്ടിയാടുകയാ. സംഗീത പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്നോർത്തുകൊള്ളുക. നിന്റെ പാപം നിന്നെ വേട്ടയാടും. പാപത്തെ ഓർത്ത് അനുദപിക്കണം. യേശു സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ ആദ്യം പറഞ്ഞ വചനം എന്താ? മർക്കോസ് 1:15 സമയം പൂർത്തിയായി, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കും. അവിടെ പറയാണ് സമയം പൂർത്തിയായി. ഹല്ലേലൂയ. 1:15 സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സമയം പൂർത്തിയായിരിക്കുക. മാനസാന്തരപ്പെടുവാനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു. ഇനി നിന്റെ ജീവിതത്തിൽ ഇതുപോലൊരു കൺവെൻഷൻ അടുത്ത വർഷം 28ാമത്തെ കൺവെൻഷൻ ഇവിടെ നടക്കും. കർത്താവ് അനുഗ്രഹിച്ച് 28ാമത്തെ കൺവെൻഷൻ ഇവിടെ നടക്കും. അന്ന് ഇപ്പോൾ നീ ഇരിക്കുന്ന കസേരയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ?
ഉറപ്പുണ്ടോ? ഓരോ ഉറപ്പുമില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അടുത്ത വർഷം ഈ കസരയിൽ ഇവിടെ ഇരുന്ന് ഞാൻ ധ്യാനം കൂടുമെന്ന് ഉറപ്പ് പറയാൻ ആർക്കും പറ്റില്ല. സമയം പൂർത്തിയായി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. ആർക്ക് വേണമെങ്കിലും അതിൻ്റെ അകത്ത് പ്രവേശിക്കാം. ദൈവരാജ്യത്ത് പ്രവേശിച്ചാൽ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചേ മതിയാവത്തുള്ളൂ. മരണമെന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. സമയം പൂർത്തിയായിരിക്കുന്നു. അനുദപിക്കുവാൻ, മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ നിന്റെ സമയം പൂർത്തിയായിരിക്കുന്നു. അടുത്ത വർഷം ഈ കൺവെൻഷനിൽ, ഈ വചനകൂടാരത്തിൽ ഇരുന്ന് കൺവെൻഷൻ കൂടാമെന്ന് നിങ്ങൾക്ക് ആർക്കും ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുക. പാപത്തില് ദൈവരാജ്യത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. എന്താണ് ദൈവരാജ്യം? ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമം ആ രാജ്യത്തുള്ളവർ പാലിച്ചേ മതിയാവത്തുള്ളൂ. ആ ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി പ്രവേശിച്ചാൽ ദൈവത്തിന്റെ നിയമം, ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ വചനങ്ങൾ പാലിച്ച് ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നീ ദൈവരാജ്യത്തിന് പുറത്താ. ദൈവരാജ്യത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ നിയമങ്ങൾ, ദൈവത്തിന്റെ കൽപ്പനകൾ, അത് മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന, അത് ഗ്രഹിക്കാൻ കൃപയുള്ളവര് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന കാര്യങ്ങൾ കൂടി അനുസരിച്ച് ദൈവരാജ്യത്തിന്റെ വക്താക്കളായിട്ട് മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ പോകണം. പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തകള്, പ്രേരണകള് അവഗണിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനായിട്ട് പാപം ചെയ്യാണ്. അതും കുമ്പസാരത്തിൽ ഏറ്റു പറയേണ്ട പാപം തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു മെസ്സേജ് നമുക്ക് നൽകി. അതിനെ അവഗണിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ അത് പാപമാണ്. ആലുവയിൽ നമ്മുടെ 2 ബൈബിൾ കൺവെൻഷൻ നിന്നു. അവിടെ വെച്ചാണ് കൺവെൻഷൻ കൂടിയത്. കർത്താവ് നൽകി. എത്രാം വർഷമാണ് ഈ കുഞ്ഞുണ്ടായത്? 6ാമത്തെ വർഷം ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിൻ്റെ പേരെന്താ? എലിസബത്ത്. ഒരു കയ്യടി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ. നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. 2012 ഡിസംബർ 31 ആയിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ 1.5 വർഷത്തോളം ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ സെറ്റിൽഡായി. കുട്ടികളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ആദ്യം കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ചെയ്യാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 1-2 കൊല്ലം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കുട്ടികളായില്ല. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഡോക്ടറെ കാണാൻ പറഞ്ഞ് ഞങ്ങൾ ആലുവ കാർമൽ ഹോസ്പിറ്റലിലാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും വേറെ കുഴപ്പങ്ങളൊന്നും അങ്ങനെ ഇല്ല, ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ചെറിയ മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ മതിയെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ ആ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള മെഡിസിൻ മാത്രമേ ഞങ്ങൾ കഴിക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ കുട്ടികളാവാണ്ടായി കഴിഞ്ഞപ്പോൾ IUI എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്തു. അപ്പോൾ എന്നിട്ടും അതിലും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്കിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല, അതുകൊണ്ട് ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാം, ഇനി എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിലറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ലാപ്രോസ്കോപ്പി ഒരു കീ ഹോൾ സർജറിയാണ്. അപ്പോൾ അത് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കത് കേട്ടപ്പോൾ. കാരണം അങ്ങനെ വലിയ സർജറിയോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ദൈവം ഞങ്ങൾക്ക് തരണം എന്നുള്ള ഭയങ്കര പ്രാർത്ഥനയും വിശ്വാസമായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പിയുടെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. 2018 മാർച്ചിൽ ബൈബിൾ കൺവെൻഷൻ ആലുവയിൽ വന്നപ്പോൾ ബ്രദറിൻ്റെ ധ്യാനം കൂടി. അപ്പോൾ ലാസ്റ്റ് 2 ദിവസമേ കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ബ്രദർ തലയിൽ കവിച്ചൊക്കെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എല്ലാവരും പറഞ്ഞു ഒന്നുകൂടി ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ കൂടിയ സമയത്ത് ഒരു ചേച്ചി ഇതേ എൻ്റെ അനുഭവം തന്നെ. അപ്പോൾ ഞാനും വിചാരിച്ചു അത് തന്നെ എനിക്ക് സംഭവിക്കണം. അവർക്കും ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും
ധ്യാനം കൂടി 2 മാസം കഴിഞ്ഞപ്പോൾ കുട്ടികളായി. അപ്പം അത് തന്നെ എനിക്ക് സംഭവിക്കണമെന്ന് ഞാൻ അവരോട് പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു 2 മാസം എന്തായാലും കഴിഞ്ഞിട്ടേ ഞാൻ കാണുള്ളൂ. 2-ാം മാസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയി. ഡോക്ടറിനെ കാണാനായിട്ട് 3-4 മാസത്തോളം ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴിയൊന്നും ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ദൈവം തന്നെ ഞങ്ങൾക്ക് തന്നതാണ്. 2019 ജനുവരി 8-ാം തീയതി മോളുണ്ടായി. ഞങ്ങൾ എലിസബത്ത് നിന്ന് പേരിട്ടു. ദൈവത്തിന് നന്ദി. വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൺവെൻഷനിൽ ഉറപ്പാണ് കർത്താവിൻ്റെ സ്പർശനമുണ്ടായി. യേശു തൊട്ടു. 6-ാമത്തെ വർഷം അല്ലേ, 6-ാമത്തെ വർഷം എലിസബത്തിനെ കർത്താവ് കൊടുത്തു. ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തിയിൽ വിടുതല. പ്രാർത്ഥനയിൽ ഈശോയുടെ ഇടപെടലുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ കർത്താവ് നൽകിയ നമുക്ക് നന്ദി പറയാം. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.